കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട്. ചിലർ വന്ന് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നു. അത് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അടുത്തും വന്ന് ഭയങ്കര പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താ ഇനിയും വേറൊരു കുട്ടിയെ അല്ലെങ്കിൽ നോക്കാത്തത്, അഡോപ്റ്റ് ചെയ്തുകൂടെ, അങ്ങനെ പല പല പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. അതേപോലെ വേറെ ചിലർ പറയാറുണ്ട്, ഇപ്പം എന്തെങ്കിലും അസുഖമാണോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാതെ ക്ഷീണിച്ചു പോയവരുടെ അടുത്താണെങ്കിൽ എന്തെങ്കിലും അസുഖം പറ്റിയതാണോ, ഇപ്പം ചെറുതായിട്ടൊന്ന് കാല് വയ്യാതെ നടക്കുന്നത്, എന്തെങ്കിലും അസുഖം കൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കും, പറയാൻ താല്പര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ കുട്ടികളൊന്നും ആയില്ലേ, എന്താ കുട്ടികൾ ഇപ്പം വേണ്ടാന്ന് വെച്ചേക്കുവാണോ, പിന്നെ ഹസ്ബൻഡ് ഇപ്പം എവിടെയാ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റി ഹസ്ബൻഡിനെ കാണാറില്ലല്ലോ, അങ്ങനെ നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറയാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരുടെ അടുത്ത് ചിലർ അൺഇൻറ്റൻഷണൽ ആയിട്ട് നോർമലായിട്ട് ചോദിക്കുന്നതായിരിക്കും ചിലർ, പക്ഷെ വേറെ ചിലർ കുത്തി ചോദിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് അപ്പം എങ്ങനെയാണ്, നമുക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന് മറുപടി പറയുക? അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് ഒന്നെങ്കിൽ ആദ്യം നമുക്ക് തമാശയായിട്ട് പറയാം, നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ, നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൂടെ, ഇതൊക്കെ നമുക്ക് പിന്നെ എന്തെങ്കിലും സംസാരിച്ചുകൂടെ, അങ്ങനെ വേറെ നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് വിടാം. ആ സമയത്ത് എനിക്ക് പണ്ട് പറ്റാറില്ലായിരുന്നു കേട്ടോ, ഇപ്പം ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാമെന്നെങ്കിൽ അതെന്തായി അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് പറയാൻ താല്പര്യമില്ലാത്ത നമുക്ക് ജസ്റ്റ് ആ ടോപ്പിക് അങ്ങ് ഡീവിയേറ്റ് ചെയ്യുക. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ടോപ്പിക്ക് തമാശ രൂപേണ പറയാം. അവർ പിന്നെയും ചിലരാണെങ്കിൽ പിന്നെയും അപ്പൊ വിടത്തില്ല, എന്നാലും അതെന്തായി പിന്നെയും കുത്തി ചോദിക്കും. അപ്പൊ പറയാം, എനിക്കതിനെ പറ്റി ഇപ്പൊ പറയാൻ താല്പര്യമില്ല, നമുക്ക് പിന്നെ സംസാരിച്ചാൽ പോരെ, ഞാൻ വേറെ ദിവസം പറയാം, ഇപ്പൊ പറയാൻ താല്പര്യമില്ല കേട്ടോ, നമുക്ക് പിന്നെ എന്തെങ്കിലും പറയാം കേട്ടോ എന്നങ്ങ് പറയണം. പിന്നെയും കുത്തി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സൈലൻസ് ആയിട്ടിരിക്കുക, പിന്നെ ഒന്നും സംസാരിക്കേണ്ട, സൈലൻസ് കീപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു സൈലൻസ് ആ രണ്ടാമത് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം, പിന്നെയും നമ്മൾ സൈലൻസിലിരിക്കുക. നമുക്ക് പിന്നെ നമ്മൾ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു റെസ്പോൺസ് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അവരത് അർഹിക്കുന്നില്ല. നമ്മൾ ഇമോഷണലി വീക്ക് ആക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ ഇമോഷണലി നമ്മൾ ഡൗൺ ആയി എന്ന് നമുക്കപ്പോൾ ഇമോഷണലി കുറച്ച് ഇതാവും, നമ്മൾ ഇമോഷണൽ ഡൗൺ ആയി എന്ന് കാണിക്കാതെ ഒരു ഇമോഷണൽ റെസ്പോൺസ് കൊടുക്കാതെ തന്നെ ബിഹേവ് ചെയ്യുക.